ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയർ ജേർണിനെ പറ്റിയാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് കുറച്ച് സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സും ഇതൊക്കെയാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിൽ എത്ര പേര് ജെനുവിനായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നവരുണ്ടാവും? ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. കാര്യം എനിക്ക് ഒന്നാമത് നമ്മളിപ്പോൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രോപ്പർ ടൈമിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ മോർ എക്സ്ക്യൂസസ് അതും പറയാം. പിന്നെ നമുക്ക് സെൽഫ് കെയർ ചെയ്യാനൊക്കെ എവിടെയല്ലേ ടൈം? ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ഇനിയിപ്പോൾ അതിന് മുമ്പേ ആണെങ്കിൽ അവിടെയും കുറേ റീസൺസ് കാണും. എനിവേസ്, എന്തായാലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വി ക്യാൻ ഫൈൻഡ് ടൈം ഫോർ അവർ സെൽഫ്. അല്ലെങ്കിൽ സ്കിൻ കെയർ ഇപ്പോൾ ഒരുപാട് എല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അല്ലേ? ലൈക്ക് സ്കിൻ കെയർ ഒക്കെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എന്തിനാ വെറുതെ, ചില ആൾക്കാർ വെള്ളത്തോട് കഴുകിയിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് പോകുന്നവരുണ്ടാവും, ചില ആൾക്കാർ സോപ്പ് വെച്ച് കഴുകുന്നവരുണ്ടാവും, പിന്നെ ചുരുക്കം ചില പേര് സ്കിൻ കെയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും. എന്നാൽ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുപാട് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ആക്ച്വലി അങ്ങനെ ഒരുപാട് സ്റ്റെപ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് സ്റ്റെപ്സ് മതി. ലൈക്ക് ഒരു 3 to 4 സ്റ്റെപ്സ് ഫോർ മോർണിംഗ് ആൻഡ് 2 to 3 സ്റ്റെപ്സ് ഫോർ നൈറ്റ്. ദാറ്റ്സ് ഇനഫ് ഫോർ ആ സ്കിൻ കെയർ. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ. ഇത് മാത്രമാണ് ഞാൻ ഡേ ആൻഡ് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഞാൻ എങ്ങനെ പർച്ചേസ് ചെയ്തു, പിന്നെ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഓരോ പ്രൊഡക്ട്സ് എനിക്ക് ആഫ്റ്റർ ഡെലിവറി എനിക്ക് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് ഈ ഒരു ഏരിയ ഇവിടെ പിന്നെ ഈ നെക്കിൻ്റെ ഏരിയ ഒക്കെ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ പ്ലസ് അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് അൺഇവൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. ലൈക്ക് എൻ്റെ ഇവിടുത്തെ സ്കിൻ ടോൺ വേറെ, ഇവിടെ വേറെ അങ്ങനെ ഒരുപാട് സ്കിൻ ടോൺ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ബിക്കോസ് സെൽഫായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് വർക്കൗട്ട് ആവുന്നില്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എൻ്റെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞ് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഓയിൽമെൻറ്റ്. ഈ ഓയിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതെനിക്ക് പിഗ്മെൻറ്റേഷനും എൻ്റെ അൺഇവൻ ടോൺ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ളൊരു ക്രീമാണ്. ഇതെനിക്ക് മോർണിംഗ് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദാറ്റ് ഓയിൽമെൻറ്റ്. ആ ഒരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മോയ്സ്ചറൈസറാണിത്. ഇതും എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ബിക്കോസ് എൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ സ്കിന്നിൻ്റെ ഏകദേശം ടെക്സ്ചർ മനസ്സിലാക്കി ഡോക്ടർ തന്നെ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മോയ്സ്ചറൈസറാണ്. ഇത് തന്നെയാണ് ഞാൻ ഡേ ടൈമും നൈറ്റ് ടൈമും യൂസ് ചെയ്യുന്നത്. പിന്നെ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ കുറച്ച് നാളുകളിൽ തന്നെ എനിക്ക് പേഴ്സണലി കണ്ടുകൊണ്ട് വന്ന കുറച്ച് ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ ഡോക്ടറിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തായാലും എൻ്റെ ഫേസിലെ ആ ടെക്സ്ചറിനെസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഫുള്ളി മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ when I started using this, എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചേഞ്ചസ് വന്നു. ആൻഡ് എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് അറിയാമല്ലോ, ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ്. നല്ല സൺസ്ക്രീനാണ്, എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാനൊരു സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്യാറുണ്ട്. ഞാൻ സെക്കൻഡ് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്, ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ. ഇതും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് ഇത് അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അടുത്ത സാധനം ഈ ഒരു ലിപ് ബാമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഞാൻ വാങ്ങിയതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. ബിക്കോസ് എൻ്റെ ലിപ് ബാം തീർന്നു പോയി. അപ്പം ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ലിപ് ബാം യൂസ് ചെയ്തു. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 to 3 months അതേ കൂടുതലായിട്ടുണ്ടാവും. അടിപൊളി സൺസ്ക്രീൻ അല്ല, ലിപ് ബാമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡായി വെക്കുന്നുണ്ട് ലിപ്സിനെ. പിന്നെ ഞാനൊരു സൺസ്ക്രീനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ടിൻറ്റഡാണ്. അത് വരുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെനേൻ്റെയാണ്. അപ്പോൾ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഇതാണ് 3 പ്രൊഡക്റ്റാണ് ഞാൻ മോർണിംഗ് സ്കിൻ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. പിന്നെ എൻ്റെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഫേസ് വാഷ് ഉണ്ട്.
സിമ്പിൾ ഡേ ആണ്. അതല്ലാതെ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എനിക്ക് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു സോപ്പാണ്. അപ്പോൾ അത് ഡോക്ടർ തന്നെ പറഞ്ഞതാണ്. മീൻസ് എനിക്ക് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തതാണ് സോപ്പ്. അതെനിക്ക് അത്യാവശ്യം വർക്ക് ആവുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ വെൻ വി ലുക്ക് ഇൻ ടു ദി മിറർ അല്ലേ, ആ ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മൾ ഒരുപാട് ചേഞ്ച് ആയി പോയിന്ന്. ആൻഡ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഒരു റിക്കവറി പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം. ആൻഡ് വി നീഡ് ടു ഫോളോ ഓൾ ദോസ് തിങ്സ്. നമ്മൾ ഇതിന് മുമ്പേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യണം. ആഫ്റ്റർ പ്രഗ്നൻസി ഐ ഫീൽ ലൈക്ക് സ്കിൻ കെയർ, മേക്കപ്പ് ഇതൊക്കെ എനിക്കിപ്പോൾ ഒരു തെറാപ്പിയാണ്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ലിറ്ററലി ഇതൊരു തെറാപ്പിയാണ്. വെൻ ഐ ഡു ഓൾ ദീസ് തിങ്സ്, എനിക്ക് പുറത്തു പോകുമ്പോൾ വെൻ ഐ ഡു മേക്കപ്പ് ഐ ഫീൽ റിയലി റിലാക്സ്ഡ് ആൻഡ് ഐ ഫീൽ എനർജറ്റിക്, ആക്റ്റീവായി ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഐ നോ ഒരുപാട് പേരുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ അത്ര ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ല. ഈവൻ ഇഫ് ഞാൻ പോലും ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറുന്നില്ല. പക്ഷെ ഇപ്പോൾ ഐ യൂസ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ടു ബി ഓണസ്റ്റ് ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് ചെയ്യുമ്പോൾ. ആൻഡ് അതിന് മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഈസ് ലൈക്ക് സംതിങ് എൽസ്. ഇന്നത്തെ വീഡിയോ ഞാൻ അധികം ലോങ് ആക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ കുറച്ച് കൂടി പ്രൊഡക്ട്സിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം റിലേറ്റഡ് ടു മൈ മേക്കപ്പ് ആൻഡ് ഓൾ. ആൻഡ് അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുക, നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക, ബി സ്ട്രോങ്, ബി ബ്രേവ്, ബി ഹാപ്പി, സ്പ്രെഡ് പോസിറ്റിവിറ്റി. സോ ദാറ്റ്സ് ഇറ്റ്. ഐ വൈൻഡിങ് അപ്പ് മൈ വീഡിയോ. ദിസ് ഇസ് റീഷ്ന. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സോ ദാറ്റ്സ് ഓൾ. ബൈ.